നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് അത് ഇതിനകത്ത് നല്ലപോലെ ഉണ്ട്. ചേട്ടാ എനിക്ക് ഷാഹി കബീറിന്റെ ഏറ്റവും മോശം എഴുത്താട്ടാ തോന്നിയത്. നമ്മളെ സീറ്റ് പിടിച്ചിരുത്തുന്നുണ്ട്. മലയാളത്തിന്റെ ഫേവറേറ്റ് മിസ്റ്ററി ത്രില്ലർ റൈറ്റർ ഷാഹി കബീറിന്റെ സ്ക്രിപ്റ്റിൽ കുഞ്ചാക്കോ ബോബൻ നായകനായെത്തുന്ന ക്രൈം ത്രില്ലർ മൂവി ഉന്മാദം റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. ഉന്മാദം കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം റിവ്യൂലേക്ക്. ഞെട്ടിക്കുന്ന ഒരു പോലീസ് സ്റ്റോറി എന്ന് പറയാനുണ്ടോ? ട്വിസ്റ്റ് ഒക്കെ കണ്ട് അടിപൊളി പടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ചാക്കോവിന്റെ പെർഫോമൻസ്, പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ ലിജോ മോള് കിടിലം, നല്ല പടമായിരുന്നു. അടിപൊളി പടം, സൂപ്പർ പടം. സ്റ്റോറി വൈസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റോറി വൈസ് സ്ഥിരം തന്നെ, എന്നാലും നമുക്ക് കണ്ടോണ്ടിരിക്കും. നമ്മളെ സീറ്റ് പിടിച്ചിരുത്തുന്നുണ്ട് ലാസ്റ്റ് വരെ. അതേപോലെ തന്നെ നല്ല തുടക്കം മുതൽ സീറ്റ് അടിച്ച് പിടിച്ചിരുത്തുന്ന നല്ല അടിപൊളി. റോന്തിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. കുഞ്ചാക്കോബൻ കിടിലം പെർഫോമൻസ്, അന്യായ പെർഫോമൻസ്. ഇതുവരെയ്ക്കും ഈ സംവിധായകൻ്റെ വന്നിട്ടുള്ളതെല്ലാം പോലീസ് സ്റ്റോറികളാണ് അധികം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമെന്ന് പറയാൻ ഇതിനകത്തൊരു ഹൊറർ എലമെന്റ് ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പെർഫോമൻസ് ആണ് കുഞ്ചാക്കോൻ്റെ. ഇപ്പം തുടർച്ചയായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സംവിധാനത്തിന്റെ ലെവലിൽ നോക്കുവാണെങ്കിലും പടം കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ എനിക്ക് ഷാഹി കബീറിന്റെ ഏറ്റവും മോശം എഴുത്താട്ടാ തോന്നിയത്. റോന്തിന് ശേഷം റോന്തിലേക്കായി മോശമായിട്ട് തോന്നി. ലവീഴ പൂഞ്ചിന്റെ ടെംപ്ലേറ്റ് ഒക്കെ പിടിച്ച അതുപോലെയാണോ? അതുപോലൊന്നും അല്ല. എന്താണ് ഇതായിട്ട് തോന്നിയത്? അല്ല, എനിക്ക് സിനിമയുടെ തിരക്കഥാണ് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒരു മിസ്റ്ററി ത്രില്ലർ കൈൻഡ് തന്നെ ഒരു ത്രില്ലറാണ് കേട്ടാ. പക്ഷെ കുറെയൊക്കെ ലെങ്തി ആയിട്ട് തോന്നി എനിക്ക്. പക്ഷെ പുള്ളിയുടെ ഇതുവരെയുള്ള 7-6 സിനിമകളിൽ ഏറ്റവും മോശമായിട്ട് തോന്നി. എങ്ങനെ മേക്കിംഗ് കൊണ്ടാണ്? സ്റ്റോറി വൈസ് അല്ലേ? സ്റ്റോറി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്റ്റോറി ആയിട്ട് തോന്നുന്നില്ല. ഇതിലൊരു ഹൊറർ അങ്ങനത്തെ ഒരു ഹൊററാണ്, ഹൊറർ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ പ്രേക്ഷകർക്കും എത്രത്തോളം വർക്കാവും തോന്നുന്നില്ല. പുള്ളി ഒരു ഇച്ചിരിയുടെ റിയലിസ്റ്റിക് അല്ലേ പുള്ളി. ഇതിനകത്ത് റിയലിസ്റ്റിക് എലമെന്റ്സ് മാത്രമല്ല, റിയലിസ്റ്റിക് വിട്ടിട്ട് പുള്ളി വേറൊരു ട്രാക്ക് ട്രൈ ചെയ്തേക്കും. ഒരു ഹൊറർ ഫാന്റസി ഇച്ചിരി കൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടി. അവിടെ സ്ഥിരം ഹോണ്ടിങ് പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടോ? ഹോണ്ടിങ് 1-2 ജംസ്കെയർ ഒക്കെ ഉണ്ട്. പക്ഷെ അത് ജംസ്കെയറിനെക്കാട്ടി കൂടുതൽ മ്യൂസിക്കിലാണ് പിടിച്ചേക്കുന്നത്. ജംസ്കെയർ ഒന്നും അത്രയും കൂടെ ഇതില്ല. മുജീബ് അലി നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. നല്ല ബിജിഎമ്മും കാര്യങ്ങളൊക്കെയാണ്. ഒരു തിയേറ്റർ വാച്ചിന് എല്ലാവരും ക്ലൈമാക്സ് വരെ പിടിച്ചിരുത്തും. നല്ലപോലെ ചിലർക്ക് വർക്കാവും. സ്ക്രിപ്റ്റ് ഒക്കെ നല്ല വർക്കാവേണ്ടതാണ്. ഒട്ടുമിക്ക നല്ലൊരു അറ്റംപ്റ്റ് എന്നല്ല, നല്ലൊരു എന്റർടൈനിങ് ആണ്. ഇച്ചിരി പുള്ളിയുടെ സ്ഥിരം നമുക്കൊരു എന്താ ഒരു നമുക്കൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അത് ഇതിനകത്ത് നല്ലപോലെ ഉണ്ട്. സ്റ്റാഫ് നല്ല ത്രില്ലിങ്ങിനാണ് നിർത്തിയേക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ പോരായ്മയുണ്ട്. ക്ലൈമാക്സും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്ര പിടിച്ചിരുത്തുമല്ലോ ആള്. ഫസ്റ്റ് ഹാഫ് എന്തായാലും പിടിച്ചിരുത്തുണ്ട്. എന്റെ അഭിപ്രായം പറഞ്ഞത് സ്റ്റോറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലൊരു പോലീസ് സ്റ്റോറിയാണ്. സ്ഥിരം അത് തന്നെ ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു മിസ്റ്ററി പാർട്ടൊക്കെ വെച്ചിരുന്നല്ലോ. ഹൊറർ അങ്ങനെ ഹൊറർ ഉണ്ട് അതിനകത്തുണ്ട്. കാണുന്തായാലും എല്ലാവർക്കും ചിലർക്ക് വർക്കൗട്ട് ആവത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് വർക്കായി. ഇമോഷണൽ പാർട്ട് കൂടിയാണല്ലോ, ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണോ? മൊത്തത്തിൽ ത്രില്ലടിപ്പിക്കും. നല്ല ത്രില്ലറാണ്. സ്റ്റോറിയൊക്കെ പുതുമയുണ്ട്. പുതുമയുണ്ട്. ഓക്കെ. പുള്ളിയുടെ മുന്നത്തെ ഒരു പോലീസ് മിസ്റ്ററി ത്രില്ലർ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാണോ? ഏറെക്കുറെ. അത് ചിലപ്പോൾ ചിലർക്ക് വർക്കാവത്തില്ലായിരിക്കും. കുഞ്ചാക്കോവിന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര സൂപ്പർ പെർഫോമൻസ് ആണ്. പുള്ളി മറ്റേ ഇതിനു മുമ്പ് അവസാനത്തെ ഒരു പടം ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ബെറ്റർ പെർഫോമൻസ് ആണ്. ഓക്കെ ബ്രോ. പോലെ ഒരു കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ കൊള്ളായിരുന്നു. സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിടിച്ചിരുത്തും. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ചാക്കോച്ചൻ്റെ അഭിനയം അത് എടുത്തു പറയേണ്ട കാര്യം. വളരെ 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 ഗംഭീരമായിട്ടുണ്ട്. പുള്ളിനെ ഇത്രയും നാളെ നമ്മൾ കണ്ടതിന്ന് നമ്മുടെ ത്രില്ലർ പോലീസ് സ്റ്റോറികൾ പോലെ ഞെട്ടിക്കുന്ന. അതെ. ഷാഹി കബീറിന്റെ മറ്റു പടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടൊരു മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നാണ് എക്സ്പീരിയൻസ് ചെയ്യണം. എടുത്തു പറയേണ്ട ചാക്കോച്ചൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ആ മിസ്റ്ററി ലാസ്റ്റ് വരെ നിർത്തുമോ? സീറ്റ് അടിച്ച് തീർച്ചയായിട്ടും. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ലപോലെ എൻഗേജിങ് ആണ്. ഓക്കെ.